എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ ആർക്കേഞ്ചൽ മൈക്കൽ ആയിട്ട് ബന്ധപ്പെട്ട ഏഞ്ചൽ നമ്പർ 911 വിശേഷങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ആർക്കേഞ്ചൽ മൈക്കൽ എന്ന് പറയുന്ന ആ ഒരു ശക്തി, അതായത് നമ്മുടെ ഗ്ലോബൽ പ്ലാനറ്റ് ആയിട്ടുള്ള ഭൂമിയുടെ മൊത്തത്തിലുള്ളൊരു പ്രൊട്ടക്ടർ ആയതുകൊണ്ട് ആ ഒരു ശക്തി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ അടുത്ത് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട് പോകും. അപ്പോൾ അതിന് നമുക്ക് തരുന്ന അല്ലെങ്കിൽ ആ ഒരു ശക്തി നമ്മളെ വന്നു അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളതിൻ്റെ ചില സൂചനകളെക്കുറിച്ച് എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും മോട്ടിവേഷനും എന്നെ വളരെ സന്തോഷത്തോടു കൂടി പ്രചോദനമൊക്കെ തന്ന് മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ഏഞ്ചൽസ് ആർക്കേഞ്ചൽസ് ആ ഒരു ഗ്രൂപ്പിലെ ഒരു സുപ്രീം കമാൻഡർ ഇൻ ചീഫാണ്. അതുമാത്രമല്ല ആ ഒരു ശക്തിയെ ആരെല്ലാം പ്രാപിക്കുകയും ചെയ്യുന്നു അവരുടെ ആ ഒരു ഭൂമിയിലെ ജീവിതത്തിൽ ഏതൊരു നിമിഷമായാലും അവരെ എല്ലാ തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബാഡ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നെല്ലാം ആ ഒരു ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. അപ്പോൾ ആ ഒരു ശക്തി നമ്മളുടെ അടുത്ത് വരുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകളിൽ ഒന്നാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒക്കെ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടുള്ള 3 അത് 333 ആവാം, 333 ആവാം. അങ്ങനത്തെ ആ ഒരു 3 എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ നമ്പർ ഒക്കെ ആണെങ്കിലും അങ്ങനെ ഒരു 333 അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 3യുടെ ഒരു പാറ്റേൺ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുക. അല്ലെങ്കിൽ 444 അല്ലെങ്കിൽ 444 ഒക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ 911 കാണുന്നു എങ്കിൽ ഈ സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടുമ്പോൾ അതിൽ കാണുന്നതും നിങ്ങളുടെ കണ്ണ് ഉടക്കുന്ന രീതിയിൽ നിങ്ങളെ വിളിച്ച് കാണിക്കുന്ന രീതിയിലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ നമ്പർ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അടുപ്പിച്ചൊരു 4-5 ദിവസം എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ ആർക്കേഞ്ചൽ മൈക്കൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളൊന്ന് അവെയർ ആയിരിക്കുക, എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ആ ഒരു രീതിയിൽ വരുന്നതാണെന്നുള്ള ഉദ്ദേശത്തിൽ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ രാവിലെ ആണെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിലും ആ ഒരു ശക്തിയെ കൂടെ പ്രാർത്ഥിച്ചാൽ ആ ഒരു ശക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ എല്ലാ കാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ സ്റ്റക്കാണ് അല്ലെങ്കിൽ വളരെ ട്രാക്ഡാണ്, ഒരിക്കലും അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്ത രീതിയിൽ ട്രാക്ഡാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷണറി സ്റ്റേജ്, അല്ലെങ്കിൽ നമുക്കൊരു എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ പല ജോലികൾ ചെയ്യുമ്പോൾ ഇതൊരു തോട്ട് പോലെ കയറി വന്നിട്ട് എന്ത് ചെയ്യും എന്ന് നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ആംബുലൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫയർ അലാം അല്ലെങ്കിൽ പോലീസിൻ്റെ ജീപ്പിൻ്റെയൊക്കെ ഒരു അലാറം സൗണ്ട് ഇങ്ങനെ വളരെ എമർജൻസി പോലെ നമുക്ക് ഇങ്ങനെ കേൾക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കൺമുന്നിൽ കൂടെ ഒക്കെ അത്തരത്തിലുള്ളൊരു വണ്ടി, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് വളരെ ആ ഒരു രീതിയിലൊക്കെയുള്ള വണ്ടികൾ നിങ്ങളുടെ മുന്നിൽ കൂടെ ഒക്കെ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു കൺഫർമേഷൻ തരികയാണ്. അതായത് ആർക്കേഞ്ചൽ മൈക്കൽ എന്ന് പറയുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ തീരുമാനമെടുത്ത് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കൂ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കൂ, ആക്ഷൻ എടുക്കൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആ ഒരു ശക്തി നോക്കിക്കോളും, നിങ്ങളെ പുഷ് ചെയ്തങ്ങ് അപ്പുറത്തേക്ക് ആക്കി തരും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ തന്ന ആ ഒരു ശക്തി നമ്മളുടെ അടുത്ത് വന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ ആംബുലൻസിൻ്റെ അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് ഇടുന്ന, അല്ലെങ്കിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അത്തരത്തിൽ പെട്ടെന്ന് ഒരു എമർജൻസി പോലെ നമുക്കൊന്ന് നിന്ന് തല ഉയർത്തി നോക്കുന്ന രീതിയിലൊക്കെ നിൽക്കുന്നെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ വന്നു പോയി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല റെഡ് കളർ
റെഡ് കളർ ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളൊരു പടം എടുക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു റെഡ് കളർ, റെഡ് ആപ്പിൾ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ് എന്തെങ്കിലും നമ്മളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നമ്മളിലേക്ക് അതിങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുക. അല്ലെങ്കിൽ യെല്ലോ കളർ അല്ലെങ്കിൽ ലാവൻഡറിൻ്റെ ആ ഒരു കളർ അല്ലെങ്കിൽ ലാവൻഡറിൻ്റെ ആ ഒരു സ്മെല്ല് ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ ഒരു കാറ്റ് പോലെ, എന്നാൽ അവിടെ അതിൻ്റെ ഉള്ള യാതൊരു സിറ്റുവേഷനും ഇല്ലാതെ ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പോകുമ്പോൾ പെർഫ്യൂമിൻ്റെ രീതിയിലൊക്കെ ആ ഒരു ലാവൻഡർ സ്മെല്ല് ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ശക്തി ആർക്കേഞ്ചൽ മൈക്കൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് അവിടെ വന്ന് പോയി. അവിടെ അപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു അവയർനെസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നുണ്ടോ, എന്തിൻ്റെങ്കിലും ഒരു കൺഫർമേഷൻ ആണോ, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻസ് വരാൻ പോകുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് നിങ്ങളതൊന്ന് കോറിലേറ്റ് ചെയ്യുക. പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആകസ്മികമായിട്ട് സോഡ് അല്ലെങ്കിൽ ഷീൽഡ് ഒക്കെ നമ്മൾ കാണുക. ചിലപ്പോൾ ഒരു പടത്തിലാകാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു റീൽ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിങ്സ് പോലെ ഇതുപോലെ സോഡോ അല്ലെങ്കിൽ ഷീൽഡ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധമോ ഒക്കെ നമ്മളിങ്ങനെ കാണുക. അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പം ലൈഫ് ബോയുടെ പരസ്യം എടുത്ത് ഞാനത് ഒരു ഷീൽഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ പെട്ടെന്ന് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മളുടെ കണ്ണ് ഉടക്കുന്ന രീതിയിലൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ശക്തിയുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷേ നിങ്ങളത് അറിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു പാത തിരഞ്ഞെടുത്ത് നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയിക്കോളൂ. ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഏത് വലിയ ശക്തി വന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഡ് കൊണ്ട് അദ്ദേഹം അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പാത വഴിതെളിച്ച് തരും എന്നുള്ളതാണ് അവിടുത്തെ സൂചന. പിന്നെ ഉള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഒരുപാട് പുസ്തകം വായിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഒരുപാട് നോളജ് ഉള്ളവരാവാം, പക്ഷേ നമ്മൾ ജീവിത മാർഗം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചെയ്യുന്ന ജോലി ഇതിനൊക്കെ ഘടകവിരുദ്ധമാകും. ചിലപ്പോൾ ഒരുപാട് പാട്ട് കേൾക്കുക, ഒരുപാട് പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിലെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു തടിപ്പണി ചെയ്യുന്ന മേശിരി അല്ലെങ്കിൽ കൽപ്പണി ചെയ്യുന്ന മേശിരി അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ ഒക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നോളജിൻ്റെ ആ ഒരു വാസ്റ്റ് ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു വിസ്ഡം എന്ന് പറയുന്നതും അദ്ദേഹം ചെയ്യുന്ന ജോലിയും തമ്മിൽ രണ്ടായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത്രയും അറിവുകളുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാനും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറയുമ്പോൾ കൂട്ടുകാർ പറയും മതി നിർത്ത്, ഇതുപോലത്തെ പ്രഭാഷണം ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് കളിയാക്കി അവരുടെ വായടപ്പിക്കുന്ന ഒക്കെ ഒരു സിറ്റുവേഷൻ ആകും. എന്നാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾക്കൊരു പുഷ് വരിക, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരെ കൂടി ഒന്ന് നേർവഴിയിലേക്ക് നടത്തണം, നയിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തകർന്ന് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന പല ആളുകളെയും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തണം എന്നുള്ള രീതിയിൽ, സെർവിങ് ദ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ആ ഒരു ഇന്നർ പുഷ് വന്നിട്ട് ആ ഒരു രീതിയിൽ നമ്മളുടെ ഉള്ളിലുള്ള സോള് നമ്മളോട് ഇങ്ങനെ പറയൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യൂ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് എർജ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു മാസ് മീഡിയ പോലെ നമ്മളുടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരിക. അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുന്നെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ശക്തി നമ്മളുടെ ഒരു ഫേവറാണ് ചോദിക്കുന്നത്, ഒരു സഹായമാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ അറിവുകളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഏത് രീതിയിലായാലും പറഞ്ഞു കൊടുത്ത് ഒരു ഹീലർ ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു എംപാത്ത് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെർവിങ് ദ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ പല ആളുകളെയും സഹായിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ട്, സോൾ ലെവലിൽ നമുക്ക് തോന്നിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും, അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങാനാവാത്തൊരു സന്തോഷം, ഒരു സംതൃപ്തി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ശക്തി നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനും നിന്നുകൊണ്ട് നമ്മളെ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രസൻസ് നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ
നമുക്ക് തോന്നുന്ന ഒരു സൂചനയാണ്. പിന്നെ ഒരു സൂചനയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത രീതിയിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. നമ്മളുടെ അന്നേരത്തെ ജോലിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുക, വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാംനെസ് നമുക്ക് തോന്നുക. ശാന്തത എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു നിമിഷമാണെങ്കിലും ഒരു മിനിറ്റ് ആണെങ്കിലും അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നെങ്കിൽ, കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യരും ഫാസ്റ്റ് ലിവിങ്ങാണ്. അപ്പോൾ ഒരു ജോലി കഴിഞ്ഞ് അടുത്ത ജോലി എന്നുള്ള രീതിയിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്കൊന്ന് നോക്കാനോ ഒന്നും ആർക്കും സമയമില്ലാത്ത സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലികൾ ചെയ്യുകയോ അല്ലെങ്കിൽ വഴിയിലൂടെ നമ്മൾ നടന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ പൂന്തോട്ടം നിൽക്കുകയോ എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു മിനിറ്റെങ്കിലും നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ ഒരു ചെറിയൊരു തണുപ്പ് അല്ലെങ്കിൽ ഒരു ശാന്തത അല്ലെങ്കിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ആർക്കേഞ്ചൽ മൈക്കൽ എന്ന് പറയുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്നിനും ഭയക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നൊക്കെയുള്ളൊരു സൂചനയാണ്. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.